ചോര ചിന്തി നേടിയെടുത്ത സമ്മാനമാണല്ലോ, അപ്പൊ അതിന് മഹത്വം കൂടും. നമ്മളെ സംബന്ധിച്ച് ആ കുട്ടി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. ഇല്ല, ഞങ്ങൾ കുട്ടികൾക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിധത്തിലുള്ള അക്രമം അങ്ങോട്ട് നമ്മൾ ചെയ്യരുത്. സംസ്ഥാനത്ത് നിങ്ങൾ വെനിക്കൂട്ടി പറയോ? നമസ്കാരം. റവന്യൂ ജില്ലാ കലോത്സവം 5 ദിവസമായിട്ട് നിങ്ങൾ എല്ലാവരും ഇതിന് പിറകിലാണ്. കാരണം വെച്ചാൽ ഓരോ കുട്ടികളുടെ വേദനയും സങ്കടവും സന്തോഷവും ഒക്കെ ഒപ്പിയെടുക്കുന്നതിൽ 5 ദിവസമായിട്ട് നമ്മൾ രാവിലെ മുതൽ രാത്രി 12-1 മണി വരെയൊക്കെ നമ്മൾ സജീവമായിരുന്നു. ഇവിടെ വളരെ സന്തോഷമുണ്ട്, സംഭാവനമാണ്. നന്ദിയോടെ അവരുടെ സ്കൂളിലാണ് ഈ ഓവറോൾ ചാമ്പ്യൻഷിപ്പും ഒരുപാട് ട്രോഫിയാണ്. ഒരിക്കലും ലോൺ പിടിച്ച് പോകേണ്ടി വരും. ഇല്ല, ലോൺ പിടിച്ച് പോകേണ്ടി വരും. ട്രോഫി കിട്ടാറുണ്ട്. സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സങ്കടകരമായ ഒരു വസ്തുത. ഞാൻ ഇതേവരെ ഒരുപാട് കലോത്സവങ്ങൾ ഞാൻ കവർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ആദ്യമായി ബ്ലഡ് വീണ ഒരു കലോത്സവം 5 സ്റ്റിച്ചുകാരുടെ കുട്ടി എന്നെ മുന്നിൽ കഴിഞ്ഞൊരു സംഭവം ഉണ്ടായി. ചോര ചിന്തി നേടിയെടുത്ത സമ്മാനമാണല്ലോ, അപ്പൊ അതിന് മഹത്വം കൂടും. ആ ദേഹത്തെ പയ്യൻ്റെ സങ്കടം ഞാൻ കണ്ടു. കാരണം അവനാ വേഷം, ആ കോസ്റ്റ്യൂം ആയതുകൊണ്ട് തെരഞ്ഞു പിടിച്ചവനെ വർദ്ധിക്കുകയായിരുന്നു. കാരണം അതിന് നമ്മുടെ സഹപാഠികളൊക്കെ ഒരുപാട് സങ്കടപ്പെട്ടു അല്ലേ? ദേഷ്യം ഉണ്ടായില്ലേ? സംഭവിക്കാൻ പാടുന്ന സംഭവമായിരുന്നു. ഇപ്പം നിങ്ങൾ ഇത്രയും വിഷയങ്ങൾ ഉണ്ടായിട്ട് പോലും ഹാപ്പി അല്ലേ? എല്ലാവരും ഹാപ്പിയാണ്. എല്ലാവരും കാരണം ഇത്രയും വലിയൊരു ഇവിടെ ഞാൻ ആദ്യം പറയും പോലെ ഇവരുടെ നിർഭാഗ്യമാണെന്ന് പറയാം. കാരണം പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്നുണ്ട്. MLAക്കോ മന്ത്രിക്കോ ഒന്നും വരാൻ പറ്റത്തില്ല. അതുകൊണ്ട് മന്ത്രി സമ്മാനം തരുന്ന ഫോട്ടോ സൈൻ ചെയ്യാൻ പറ്റില്ല അല്ലേ? മക്കളെ പേടിക്കണ്ട, അത് വേറെ കൊണ്ടല്ല. ഇലക്ഷനാണ്, പെരുമാറ്റമാണ്. മന്ത്രിമാർക്ക് MLAമാർക്കും എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഉദ്യോഗസ്ഥർ സമ്മാനം വേണ്ട. കാരണം എല്ലാവരുടെയും ഒരു ജില്ലാ തലത്തിലൊക്കെ സമ്മാനം വാങ്ങിക്കുന്നത് എല്ലാവരുടെ മോഹമായിരിക്കും അല്ലേ? ഒരു MLAയുടെ കൂടെ മന്ത്രിയുടെ കൂടെ ഒരു ഫോട്ടോ മോഹമായിരിക്കും അല്ലേ? നമ്മളെ അതൊരു ദൗർഭാഗ്യകരമായ സംഭവമാണ്. നമ്മളെ സംബന്ധിച്ച് ആ കുട്ടി എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ആശുപത്രിയിൽ എത്തിക്കുകയും നല്ല ചികിത്സ കുട്ടിക്ക് ഉറപ്പാക്കുകയും ചെയ്തു. നിലവിൽ കുട്ടിയുടെ അവസ്ഥ വളരെ പ്രോഗ്രസീവാണ്. അപ്പം നമ്മൾ ഇല്ല, ഈ ട്രോഫി ഏറ്റുവാങ്ങാൻ വരേണ്ടിയിരുന്ന ഒരു കുട്ടിയാണ്. അപ്പോൾ പരിചയകുട്ടികളെ സംബന്ധിച്ചാണ് ഈ തർക്കമുള്ളത്. അപ്പോൾ ജയിക്കാൻ കഴിയില്ലെങ്കിൽ തല്ലിത്തോപ്പിക്കുക എന്നുള്ള ഒരു വൃത്തികെട്ട നീതിയാണ് ആ സ്കൂൾ നടപ്പിലാക്കാൻ ശ്രമിച്ചത്. ബന്ധപ്പെട്ട അധികാരികൾ അവർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന് പ്രതീക്ഷ. അതാണ് അധ്യാപിക വളരെ പ്രയാസകരമായി പോയി. അത് കുട്ടികൾ തമ്മിൽ സംഘർഷം ഉണ്ടാവും. ഒരിക്കലും അധ്യാപകരിൽ ഇടപെടാൻ പാടില്ല. അധ്യാപകർ സംഘർഷം ലഘൂകരിക്കേണ്ട ആൾക്കാരാണ്. പക്ഷേ ദൗർഭാഗ്യവശാൽ ഇവിടെ അധ്യാപിക വേറൊരു നിലപാടാണ് സ്വീകരിച്ചത്. അത് വേദനാകരമാണ്. ആ ടീച്ചർ അത് തിരുത്തുമെന്ന് പ്രതീക്ഷ. ആ വേദനയൊക്കെ മറന്നില്ലേ മനുഷ്യ? സമ്മാനം കിട്ടിയില്ലേ? ആ വേദനയല്ലേ? അല്ല, ഞങ്ങൾ ഈ മത്സരത്തിന് വളരെ ആത്മവിശ്വാസത്തോടു കൂടിയാണ് സമീപിച്ചത്. ഞാൻ ഏകദേശം ഈ സബ് ജില്ലാ കലോത്സവം കഴിഞ്ഞ നെക്സ്റ്റ് ഡേ തന്നെ മറ്റ് തിരുവനന്തപുരം ജില്ലയിലെ എല്ലാ സബ് ജില്ലകളിലും ഓവറോൾ വന്ന സ്കൂളുകളുടെ ലിസ്റ്റ് എടുക്കുകയും ആ സ്കൂളുകളിലൊക്കെ ഏറ്റവും കൂടുതൽ ഐറ്റം ജില്ലയിലേക്ക് വരാൻ സാധ്യതയുള്ള സ്കൂളുകളുടെ ലിസ്റ്റ് നമ്മൾ കണക്കാക്കി. അപ്പോൾ ഞങ്ങൾ 1 മാസം മുമ്പ് ഞങ്ങൾ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടിരുന്നതാണ്. ചരിത്രമുറങ്ങുന്ന ആറ്റിങ്ങലിൻ്റെ മണ്ണിൽ നടക്കുന്ന സ്കൂൾ കലോത്സവം. ആ കലോത്സവത്തിൽ SKVHSS നന്ദിയോടായിരിക്കും അതിൻ്റെ ചാമ്പ്യന്മാർ. ഇനി തിരുവനന്തപുരം ജില്ലയുടെ കലാഭൂമികയിൽ ഒരൊറ്റ പേരേ ഉള്ളൂ, അത് SKVHSS. എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട്. കാരണം വെച്ചാൽ ഒരു നല്ല അധ്യാപകൻ എപ്പോഴും ഒരു സ്കൂളിൻ്റെ മുതൽക്കൂട്ടായിരിക്കും. ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് ഞാൻ ചെന്നു. അവിടെ അപ്പോൾ മൊഴിയെടുപ്പ് നടക്കുകയായിരുന്നു. അപ്പോൾ ഈ മനുഷ്യൻ അനീഷ് എന്ന മനുഷ്യൻ എൻ്റെ പറഞ്ഞാൽ ഇനി ആരില്ലെങ്കിലും ഞാനുണ്ട് കേസെന്ന് പറഞ്ഞു. അത്രേ ഉള്ളൂ. കേസ് നമ്മൾ നിയമപരമായി നമ്മൾ മുന്നോട്ട് പോകും. അത് ഏതറ്റം വരെ ആയിരുന്നാലും കുട്ടിക്ക് നീതി ഉറപ്പാകുന്നത് വരെ നമ്മൾ പോരാട്ടം. ചെറുമാനെ ഇതിന് എത്ര പൈസ ഉണ്ട്? ഈ കഥകളി, ഓട്ടംതുള്ളൽ ഫസ്റ്റ് വന്നു. അതുപോലെ നാടകം, മികച്ച നടനം ആണോ? എവന്റെ ഗ്ലാമർ ഉണ്ടോ നിങ്ങൾ ചെറുമാനാക്കിയത്? മുട്ട ഗ്ലാമറല്ലേ? ഭയങ്കര ഗ്ലാമറല്ലേ? മികച്ച നടിയും നമ്മുടെ അതേ വിദ്യാലയത്തിൽ അതേ വിദ്യാലയത്തിലാണ്. മികച്ച നടൻ, നടി, ചെറുമാൻ എന്ന് പറയേണ്ട എനിക്കറിയില്ല. കാരണം ഇങ്ങനെ വേണം ഒരു സ്കൂളിലെ ചെറുമാനൊക്കെ തിരഞ്ഞെടുക്കാനുള്ള മാർഗം ഇങ്ങനെ വേണം. കാരണം വെച്ചാൽ കഴിവുള്ള ആൾക്കാരൊക്കെ വരട്ടെ.
പക്വത വരണം, ആൾക്കാരെ കാലം നിയന്ത്രിക്കണം. കാരണം നിങ്ങളെ ഭാഗത്ത് സംഭവം ഇത്രയും വലിയ വിഷയം ഉണ്ടായി, നിങ്ങളെ കൂട്ടുകാരെ ഇത്രയും ബ്ലഡ് പോയിട്ട് നിങ്ങൾ ആരും പ്രതികരിച്ചിട്ടില്ല, നിങ്ങൾ സമാധാനത്തിന്റെ പാതയിൽ പോയി. ഇല്ല, ഞങ്ങൾ കുട്ടികൾക്ക് ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വിധത്തിലുള്ള അക്രമം അങ്ങോട്ട് നമ്മൾ ചെയ്യരുത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ വന്ന കലോത്സവത്തിന് വേണ്ടിയിട്ടാണ്. വന്ന എന്തിനാണോ അത് ചെയ്യുക, പോവുക. അല്ലാതെ വേറെ അക്രമം അത് നമ്മുടെ അത്രേ ഉള്ളൂ. ഇല്ല അത്രേ ഉള്ളൂ. ശരി, ഏതായാലും ഞാൻ അവരെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. വളരെ എന്താ പറയുക, പുതുദ്യാരമാണ് നന്ദിയോടെന്ന് പറയുന്ന ഗ്രാമമേഖലയിൽ നിന്ന് വന്നിട്ട് വെന്നിക്കൊടി പാവിച്ചിട്ട് നമ്മൾ പോവാണ് അല്ലേ? അപ്പൊ ഈ സംസ്ഥാനത്ത് നിങ്ങൾ വെന്നിക്കൊടി പറിക്കോ? ഒന്നും വേണ്ടേ? ഏതായാലും 5 ദിവസം നീണ്ട മഹാമേള, കലോത്സവം, ഉത്സവ നഗരി എല്ലാവരും ഒരുപാട് പങ്കെടുത്തു. ഒരുപാട് വിഷയങ്ങളുണ്ടായി, പരിഹാരം ഉണ്ടാക്കി. കുട്ടികൾ തമ്മിലുള്ള പഴക്കമാണ്, അത് താനേ മാറിക്കൊള്ളുമല്ലേ, കുഴപ്പമൊന്നുമല്ലോ. അത് എന്തായാലും അതിന് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുത്തത് ബന്ധപ്പെട്ട അധ്യാപകരൊക്കെയാണ്. എല്ലാവരും ഉണ്ട്. മാഡം, ഈ ഒരു വിഷയം ഉണ്ടായപ്പോൾ മാഡം ഇതൊക്കെ കലാമേളയാവുമ്പോൾ കുട്ടികൾ തമ്മിൽ ചെറിയ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ അത് കഴിയുമ്പോൾ അങ്ങ് മാറിക്കോളും. അതൊരു അത്രേ ഒരു സ്പോർട്സ്മാൻസ് കുട്ടികളുടെ മത്സരമാണ്. അടുത്ത ഒരു ഉത്സവ കാലത്തിലേക്ക് കാത്തിരിക്കാം. ഇനി ഒരു വർഷമുണ്ട്. ഏതായാലും നമ്മുടെ നവതിയില്ല കലോത്സവം സമാപിക്കുന്നു. കണ്ണീരിന് ഇടയ്ക്ക് സന്തോഷം കൂടി വരുന്ന കാഴ്ച കാണുന്നു. സന്തോഷമുണ്ട്, ട്രോഫികളൊക്കെ സന്തോഷമുണ്ട്, കുട്ടികളുടെ ചിരിയും കളിയും സന്തോഷമുണ്ട്. സ്പേസിന് വേണ്ടി ക്യാമറമാൻ അനീഷ് മംഗലാപുരത്തിനൊപ്പം ശ്രീത് മാരാർ സൈനിക.